മെയിൻലി മലയാളികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 വർഷം മുമ്പ് തന്നെ നമുക്ക് 30 വർഷത്തിന് മുമ്പേ തന്നെ നമുക്ക് ഈ മഹാഭാരതമായിട്ടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ ഒത്തിരി കേരളത്തിൽ ഹിറ്റായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടാം മൂഴം പോലത്തെ കഥകൾ കേരളത്തിൽ ഹിറ്റായിട്ടുണ്ട്. ആ കഥകളൊന്നും ഇതിനെ ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കഥകളല്ല വന്നിട്ടുള്ളത്. എല്ലാം അതിനെ നാച്ചുറലൈസ് ചെയ്ത് അതൊക്കെ സാധാരണ മനുഷ്യരാണ്, ദൈവികമായ പരിവേഷങ്ങളിൽ അഴിച്ചു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഏകദേശം മലയാളികൾക്ക് ഇഷ്ടവും അങ്ങനെ കാണാനാണ്. കാരണം മലയാളി സമൂഹത്തിന്റെ ഏകദേശം ഒരു 50% കൂടുതൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരല്ല, കൂടുതലും യുക്തിവാദികളോ അല്ലെങ്കിൽ അത്ര കണ്ട് ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരല്ല. അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ലൈഫിന്റെ പാർട്ടാണ് എന്നും വിചാരിച്ച് മാത്രം കാണുന്നവരാണ്. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ വലിയ വലിയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ഇല്യൂമിനാറ്റി പോലത്തെ സെറ്റപ്പ് ഇതിനകത്തുണ്ട് എന്നൊന്നും വിചാരിക്കുന്ന ആൾക്കാരല്ല മലയാളികൾ പൊതുവെ. അതുപോലെ മലയാളിക്ക് ഇഷ്ടവും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ എത്രത്തോളം വർക്കൗട്ട് ആകും എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പടത്തിന്റെ അവസ്ഥ എന്താകും എന്ന്